ഇന്ന് നമുക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതാ ഇതിനായിട്ട് ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പരിപ്പ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ അതാ പരിപ്പ് ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഇല്ലാത്തപ്പോഴും അതുപോലെ തേങ്ങ അരയ്ക്കാൻ മടിയുള്ളപ്പോഴൊക്കെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കറി മത്തൻ, ഇളവൻ, വെള്ളരി, ചേന, ചേമ്പ് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. സിമ്പിളുമാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ അതാ പരിപ്പൊക്കെ ഞാനിവിടെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇന്ന് മത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. മത്തനായതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഒരു വിസിൽ വരുന്നത് വരെയൊക്കെ വെക്കുന്നുള്ളേ. അപ്പം അത് ആ നേരം കൊണ്ട് നമുക്ക് കുറച്ചൊരു പുളി എടുത്ത് വെള്ളത്തിലിടാം. അതാ മത്തനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങ് ഉടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള വറവാണ് തയ്യാറാക്കാനുള്ളത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയിലാണ് വറവിടുന്നത്. ചെറിയുള്ളി കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വറവിടുകയാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഈ കറിയും അതിൻ്റെ കൂടെ നമ്മളെവിടേക്കൊക്കെ തൈരുമുളക് എന്ന് പറയും, അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉച്ചയൂണ് കുശാലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.